നമസ്കാരം. കഴിഞ്ഞ ദിവസം എനിക്ക് യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ്, ചേട്ടാ സപ്ലിയൊക്കെ ബിടെക്കിന് അല്ലെ പാസ്സാവുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ശരിക്കും പറയാൻ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഒരു ചിന്താഗതി തെറ്റാണ്. അതായത് നമ്മളൊരു ബിടെക് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ഡൊമൈനിൽ ഒരു നോളജ് നേടാനായിട്ടുള്ളൊരു ഒരു യാത്രയാണ്, ഒരു മിഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 സെമസ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ 3 സെമസ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബാക്ക് പേപ്പേഴ്സ് വന്നു, നിങ്ങൾ ആ വിഷയം നല്ലതുപോലെ പഠിച്ചില്ല എന്ന് പറഞ്ഞ് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു ക്യാൻ നെവർ ലേൺ ദാറ്റ് സബ്ജക്റ്റ് ഓർ പേപ്പർ അഗൈൻ. അല്ലേ? നിങ്ങൾക്ക് എപ്പോഴാണോ അതിൽ ഇൻട്രസ്റ്റ് വരുന്നത്, എപ്പോഴാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ വരുന്നത്, നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഇരുന്ന് നല്ലതുപോലെ മനസ്സിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ക്ലിയർ ചെയ്ത് എക്സാം നല്ല മാർക്ക് കിട്ടി നിങ്ങൾ പാസ്സാവും. സോ അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു കമ്പനി നിങ്ങളുടെ ക്യാമ്പസിൽ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയി ഒരു കമ്പനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴത്തേക്ക്, ദേ ആർ ട്രൈങ് ടു ടെസ്റ്റ് യുവർ നോളജ് ഇൻ ദാറ്റ് ഡൊമൈൻ. അപ്പം നിങ്ങൾ ആദ്യത്തെ സെമസ്റ്ററിലാണോ അത് പാസ്സായത്, അതോ 7ാമത്തെ സെമസ്റ്ററിലാണോ അത് പാസ്സായത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇറെലവൻ്റ് ആണ്. പക്ഷേ ഇറ്റ് കനോട്ട് ബി that way for everyone, right? Maybe some people have a bias towards people who never had a backlog, or towards people who had a backlog. So അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് റിയാലിറ്റിയാണ്, അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണ്. ഇറ്റ് വിൽ ബി ഇൻ യുവർ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ടു ഫൈൻഡ് എ കമ്പനി ദാറ്റ് അക്സെപ്റ്റ്സ് യുവർ നോളജ് റാദർ ദാൻ വെൻ യു ഗെയിൻ ദോസ് നോളജ്. അല്ലേ? നിങ്ങൾ എപ്പോൾ അത് നോളജ് ഗെയിൻ ചെയ്യുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അപ്രസക്തമാണ്. നിങ്ങൾക്കത് അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. പ്ലസ് നിങ്ങൾക്കിപ്പോൾ ബാക്ക് പേപ്പേഴ്സോ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതലും ഈ പ്ലേസ്മെൻറ്റിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. നമ്മളൊരു യാത്ര പോകുമ്പോഴത്തേക്ക് നമ്മൾ ഡെസ്റ്റിനേഷനെ പറ്റി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന വഴി തെറ്റിക്കൊണ്ടിരിക്കും. നമുക്ക് അടുത്ത സ്റ്റെപ്പിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പൊക്കെ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴത്തേക്ക് യു വിൽ ഹാവ് മച്ച് മോർ ക്ലാരിറ്റി, യു വിൽ ഹാവ് മച്ച് മോർ കോൺഫിഡൻസ്. അതുകൊണ്ട് എന്നോ വരുന്ന പ്ലേസ്മെൻറ്റിന് വേണ്ടി ഇപ്പോഴേ ആലോചിച്ച് തലപ്പുണ്ടാക്കാണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള പേപ്പറിനെ പറ്റി ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. ബാക്കിയെല്ലാം അതിൻ്റെ വഴിക്ക് നടന്നോളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.